ഒരു എന്താ ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചരണമുണ്ട്. അങ്ങനെയുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളതല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന് ഹായ് മലയാളീസ്, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. നമുക്കറിയാം, കൊല്ലം സുധി പോകുന്ന സമയത്ത് ഈ രേണുവിനും മക്കൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അവര് ഒരു വാടക വീട്ടിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഓർത്ത് ഭയങ്കര സങ്കടവും അതുപോലെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതായത് രേണുവിനും മക്കളെയും ഓർത്ത് തന്നെയായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത്. കാരണം കൊല്ലം സുധിയുടെ ആ ഒരു വീടും സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം സ്റ്റാർ മാജിക് ഷോയിൽ വന്ന ടൈമിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും സ്റ്റാർ മാജിക് ഷോയിലൂടെ തന്നെ പരിചയപ്പെടുത്തിയ ഒരു വേദി തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അവർക്ക് വീടില്ല എന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു മരണത്തിന് ശേഷം ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആളുകൾക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു അങ്ങനെ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒത്തിരി നല്ല മനസ്സുകളുടെ സഹായം കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് ഈ ഒരു മരണത്തിന് ശേഷം കിട്ടി. കാരണം അവർക്ക് ഈ ഒരു വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് താമസം മാറുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. ആ വീട് വെക്കാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തത് ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു. നോബിൾ ഫിലിപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് 7 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നതും ആ മക്കളുടെ 2 പേരിലുമാണ് ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം കൊടുത്തതും. എന്നാൽ ഇപ്പോൾ ഇതാ ആ ഒരു സ്ഥലം നൽകിയതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് കളിയാക്കലുകൾ നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന് മാനസികമായിട്ടും ഒരുപാട് വിഷമങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹം മനഃപൂർവ്വം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം അവർക്ക് ഫ്രീ ആയിട്ട് നൽകിയത് എന്നാണ് ഇപ്പൊ പലരും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയത്. നാട്ടുകാരുടെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ ഇദ്ദേഹത്തിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള പരിഹാസം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ അതുൽ വ്ലോഗ്സിന് വിളിക്കുന്നതും ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത്. അതുൽ വ്ലോഗ്സിന്റെ ചാനലിലെ ഈ ഒരു ഓഡിയോ, ആ സംസാരിക്കുന്ന ഓഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. 10-20 മിനിറ്റുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കേട്ടു നോക്കാം. എനിക്ക് ഇവരുടെ ഈ വസ്തു ഞാൻ കൊടുത്തിട്ട് ഒരുപാട് മനപ്രയാസമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം പയ്യൻ ചോദ്യം ചോദിക്കുന്ന കേട്ടു. ഫാദറിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു, നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. അങ്ങനെ ഇത്രയാദി കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്തത്. ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് അദ്ദേഹത്തിന് റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പാവ സ്ത്രീയായ അതായത് രേണുവിനെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാവുകയും അവർക്ക് 2 മക്കളാണുള്ളത്. അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല, സ്വന്തമായിട്ടൊരു വീടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ പലർക്കും വിഷമം വരും. ആ ഒരു സഹതാപത്തിലാണ് പല ആൾക്കാരും സഹായം ചെയ്യുന്നത്. ഇദ്ദേഹവും ആ ഒരു സഹതാപം ആലോചിച്ചിട്ടാണ് ഇവർക്ക് ആ ഒരു സഹായവും ചെയ്തത്. എന്തായാലും ആ ഒരു സഹായത്തെ ഇപ്പോൾ വില കുറച്ച് കാണാനും കുറെ എന്താ പറയണ അങ്ങനത്തെ കുറെ പാഴ് ജന്തുക്കൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഈ ഒരു അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന ആരെന്നറിയാമോ? കുറെ ഓൺലൈൻ മീഡിയാസ് ആണ്.
നമ്മൾ ആദ്യമേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതില് എങ്ങനെയാണ് ആ ഒരു വീഡിയോയില് രേണുവിനോട് കുത്തി കുത്തി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഒരു സമയത്ത് നമ്മൾ ഓൺലൈൻ ചാനൽ എടുത്ത് നോക്കും, അതായത് യൂട്യൂബോ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം തുറന്നു നോക്കിയാലും എപ്പോൾ നോക്കിയാലും എവിടെയും രേണു സുധിയുമായി ബന്ധപ്പെട്ട റീൽസ് വീഡിയോകൾ തന്നെയാണ്. അവർ അങ്ങോട്ട് നടന്ന റീൽസ്, ഇങ്ങോട്ട് നടന്ന റീൽസ്, അവർ ചായ കുടിച്ച റീൽസ്, അതിന്റെ ക്യാപ്ഷനാണ് ബഹുരസ്. കാരണം അവരും നെഗറ്റീവ് കണ്ടന്റ് ഒക്കെ ഇട്ട് തന്നെ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ്. അനാവശ്യമായിട്ട് രേണുവിന്റെ പുറകെ നടക്കുകയാണ് ഈ ഓൺലൈൻ മീഡിയാസുകൾ. എന്തിനാണ് ഓരോ അപവാദങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇത്തരത്തിൽ കുപ്രചാരണം നടത്തിയത് ഈ ഒരു ഓൺലൈൻ മീഡിയാസുകൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള അപവാദങ്ങളൊക്കെ പുറത്താകുമ്പോൾ തന്നെ ഇതുപോലെയുള്ളവർ എന്ത് ചെയ്യും, ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനൊന്നും മുന്നോട്ട് വരില്ല. അവരുടെ അവസ്ഥ, കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാവും. ഇവരെ ഓർത്ത് ഇവർക്ക് നല്ലത് വന്നോട്ടെ എന്നും, അല്ലെങ്കിൽ 2 കുട്ടികളാണല്ലോ അവർക്ക് നല്ലൊരു സ്ഥലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, ആ കരുണ കൊണ്ട് അദ്ദേഹം കൊടുത്ത ആ സ്ഥലം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത് പാരയായിട്ട് മാറിയിരിക്കുകയാണ്. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ, എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വസ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്ന കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. മാധ്യമപ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്തു. പൊതുസമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ, കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ, ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി. അപ്പം അദ്ദേഹത്തിന് വളരെ മനോവിഷമത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്, അതിൽ ബ്ലോഗ്സിനോട് സംസാരിക്കുന്നത്. അപ്പം എന്തായാലും ഇതിന്റെ മുഴുവൻ ആ ഒരു ഓഡിയോ ആ ചാനലിലുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിടുന്നില്ല, അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ഓഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ഥലം നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മൾ എന്തായാലും കണ്ണടച്ചും ആർക്കെങ്കിലും സഹായം ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ രേണുവിന് അദ്ദേഹം സ്ഥലം കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലമൊന്നും ആരും പോയി കണ്ണടച്ച് വാങ്ങിക്കത്തില്ല. നമ്മൾ വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതിനുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് അല്ല എന്നുണ്ടെങ്കിൽ ആരും ഒരു സ്ഥലം വാങ്ങിക്കത്തില്ല. അദ്ദേഹത്തിന് അത് വിൽക്കാനും സാധിക്കത്തില്ല. ഇപ്പോ രേണുവിന് അദ്ദേഹം സ്ഥലം കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ ഒന്ന് പാഴായിട്ട് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല. അത് ആരും വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല. അല്ലെങ്കിൽ 7 സെന്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കയ്യിൽ കിട്ടേണ്ട സ്ഥലമാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ഞാൻ തന്നെ ഒരു വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ്. ജസ്റ്റ് ഒരു എന്താ പറയണ, ഒരു ബൈക്ക് പോകുന്ന വഴിക്ക് പോലും ഭയങ്കര റേറ്റ് ആണ് വസ്തുവിന്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ ഒരു 7 സെന്റ് ഈ രേണുവിനും മക്കൾക്കും കൊടുത്തത്. ഇതിന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തത്. നല്ല ഒന്നാന്തരമാണ് ആ സ്ഥലം ഈ ഒരു രേണുവിന് വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിന് എന്തായാലും ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിന് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് അല്ലേ. അന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപ കിട്ടേണ്ട, കയ്യിൽ കിട്ടേണ്ട ആ ഒരു എമൗണ്ട് ആണ് ഈ 7 സെന്റ് വസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തരത്തിലുള്ള പ്രോഫിറ്റോ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു നഷ്ടമല്ല അവിടെ നോക്കിയത്. ആ കുട്ടികൾക്ക് ഒരു വീടായിക്കോട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലം കൊടുത്തതും. ആ ഒരു നല്ല മനസ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പകരം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കുറെ ആളുകൾ അല്ലെ. നമുക്ക് അറിയാം, ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല നല്ല മനസ്സുള്ള ആൾക്കാർ, അതായത് ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നും മുന്നോട്ട് ഇറങ്ങാത്തത്, ആരെയും സഹായിക്കാത്തത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ആരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സമൂഹം. ഒട്ടും നന്ദിയില്ലാത്ത ആൾക്കാർ തന്നെയാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നതും.
ശരിക്കും നമ്മുടെ ചുറ്റും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചാരിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചാരിറ്റിയുടെ ബേസിൽ ഇരുന്ന് കണ്ട് തന്നെ പല കളത്തരം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നല്ല ആൾക്കാർ, അതായത് ചാരിറ്റിയുമായിട്ട് ഇറങ്ങുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ ഒരുപാട് അപവാദങ്ങൾ അങ്ങ് പടച്ചുവിടുകയും ഇത്തരം അപവാദങ്ങൾ പടച്ചുവിടുന്നതിന്റെ മെയിൻ ആയിട്ടും ശത്രുക്കൾ തന്നെയായിരിക്കും. ഈ ഒരു അപവാദം കുറെ ഓൺലൈൻ മീഡിയാസ് അങ്ങ് ഏറ്റെടുക്കുകയും എന്നിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാഹചര്യങ്ങൾ ഇത്തരം അപവാദങ്ങൾ അങ്ങ് പരത്തുകയും അങ്ങനെ അവസാനം ഈ ഒരു നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ഇത്തരം വ്യക്തികൾക്ക് ഇതുപോലെയുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു അച്ഛന്, അതായത് ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല നാട്ടിൽ നിന്നൊക്കെ എന്തായാലും ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഒരു നാണം കെട്ട അവസ്ഥയിലാണ് നമ്മുടെ ഈ ഒരു അച്ഛൻ നിൽക്കുന്നത്. അതായത് ഈ 2 കുട്ടികൾക്ക് വീടായിക്കോട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം കൊടുത്ത ആ ഒരു 7 സെന്റ് സ്ഥലത്തിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പള്ളിയിലെ അച്ഛൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അതുൽ ബ്ലോഗ്സിനെ കോൺടാക്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയും. കാരണം ഈ ഒരു കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും മാനസിക വിഷമം ഉണ്ടായിട്ടാകും. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എത്രയും മനപ്രയാസം നേരിട്ടുണ്ടായിരിക്കാം. ആ ഒരു മനപ്രയാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഇങ്ങനെ സംസാരിക്കുന്നത്. ആൾക്കാർ കേൾക്കണം, തന്റെ ഭാഗം എന്താണ് എന്നുള്ളതൊക്കെ മറ്റുള്ളവർ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അല്ലാതെ അദ്ദേഹത്തിന് വിളിച്ചുകൂവി ആൾക്കാരെ കേൾപ്പിക്കാനൊന്നും ആയിരിക്കില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ഇത് ചെയ്യാമായിരുന്നില്ലേ? ഞാനാണ് ഈ സ്ഥലം കൊടുത്ത ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റീച്ച് നേടിയെടുക്കാമായിരുന്നില്ലേ? എന്തായാലും ഒത്തിരി മാധ്യമങ്ങളുടെ മുന്നിൽ പോകാമായിരുന്നല്ലോ. ഈ ഒരു ഞാനാണ് സ്ഥലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചു വരുത്തി ഇത് ചെയ്യാമായിരുന്നില്ലേ? അതൊന്നും എന്തായാലും അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഇത്തരം കുറെ അപവാദങ്ങൾ വരുന്നതും കൊണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മനപ്രയാസം ഉണ്ടാകുന്നതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തുറന്ന പറച്ചിൽ നടത്തിയത്. ഇനി ഈ ഒരു തുറന്ന പറച്ചിലിന് ശേഷം എന്തായാലും ഒരു പറ്റം ആളുകൾ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വരും. അതായത് കൊടുത്തിട്ട് അതിന് കണക്ക് പറയാൻ വരുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ആ സ്ഥലം, നല്ല വില കിട്ടേണ്ട സ്ഥലം, അത് അദ്ദേഹം ഫ്രീ ആയിട്ട് ദാനം കൊടുത്തു. ആ ദാനം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതോ ഇത്തരം മാനസിക വിഷമങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ കാണത്തുള്ളൂ ഇങ്ങനെയുള്ള ദാനം കൊടുക്കുന്നവരെ വേട്ടയാടുന്ന ഒരു സമ്പ്രദായം. അതിന് ഒന്നാമത്തെ കാരണം ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ മീഡിയാസ് തന്നെയാണ്. അവരാണ് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള അർത്ഥവും ഇല്ലാത്ത കുറെ അപവാദങ്ങൾ പടച്ചുവിടുന്നത്. അതൊക്കെ എന്തിനാണെന്ന് അറിയാലോ, വൈറലാകാനും അത്തരം വ്യൂസ് കൂട്ടാനൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്.